മറ്റേ പുള്ളിക്കാരനെ പിടിച്ചു മാറ്റിയൊന്നുമില്ല. ഇപ്പോൾ ആരുടെ എന്ന് ചോദിച്ചിട്ട് എന്നെ ആക്രമിക്കുകയായിരുന്നു ചെയ്തത്. മർദ്ദിച്ചത് ഹെൽമെറ്റ് കൊണ്ട് തലക്കടിക്ക്, പിന്നെ കഴുത്തിനും ദേഹത്തുമൊക്കെ കാലുകൊണ്ട് ചവിട്ടി കഴുത്തിനിടിച്ച് താഴത്ത് വീണ് കഴിഞ്ഞപ്പോഴാണ് തലയുടെ പുറകിൽ 2 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇവിടെ എല്ലിന് പൊട്ടലുണ്ടെന്നാണ് തോന്നുന്നത്. എക്സ്റേ എടുക്കണം ഇനിയിപ്പോൾ. നീരുണ്ട്, വാ പൊളിക്കാൻ പറ്റുന്നില്ല. 2 ദിവസമായിട്ട് ഭക്ഷണം കഴി കുറവാണ്. നമസ്കാരം. ഈ ദൃശ്യങ്ങൾ രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളിലും വളരെയധികം വൈറലാണ്. ഒരു മനുഷ്യനെ, മദ്യം വാങ്ങാൻ വന്ന ഒരു മനുഷ്യനെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യമാണ്. ആ സംഭവം നടന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ചേർത്തലയ്ക്ക് സമീപം തൈക്കാട്ടുശ്ശേരിയിലുള്ള ബിവറേജിന് മുന്നിലാണ് ഇത്തരത്തിലൊരു ക്രൂര സംഭവം ഉണ്ടായത്. ആ സംഭവം ഈ ക്യൂ നിൽക്കുന്നതിനെ ചൊല്ലി ഉണ്ടായൊരു ചെറിയൊരു തർക്കമായിരുന്നു. ആ തർക്കത്തെ തുടർന്ന് ഈ മർദ്ദനമേറ്റത് അനീഷ് കുമാർ എന്നയാളാണ്. അനീഷ് അവരെ പിടിച്ചു മാറ്റാൻ പോയപ്പോഴാണ് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് ഈ ബിവറേജിൻ്റെ മുന്നിൽ വെച്ചാണ്. അനീഷ് കുമാർ ഇപ്പോൾ പൂച്ചാക്കൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അനീഷ് കുമാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചാണെന്ന് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവർ മറ്റൊരാളായിട്ട് ചൂടാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പിടിച്ച് മാറ്റിയപ്പോൾ അതിൻ്റെ ദേഷ്യത്തിലാണ് ഇവർ എന്നെ ആക്രമിച്ചത്. അപ്പോൾ ഇവർ അവിടെ ഇപ്പോൾ പറയണ ഈ പൈസ ഇങ്ങനെ വന്ന ആൾക്കാരുടെ പൈസ ചോദിക്കാറുണ്ട്, അങ്ങനെ ഭീഷണിപ്പെടുത്താറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. എന്നോട് അതൊന്നും അല്ലാതെ ഞാൻ മറ്റേ പുള്ളിക്കാരനെ പിടിച്ചു മാറ്റിയെന്നുള്ളൂ. അപ്പോൾ ആരുടെ എന്ന് ചോദിച്ചിട്ട് എന്നെ ആക്രമിക്കുകയായിരുന്നു ചെയ്തത്. എന്തൊക്കെ രീതിയിലാണ് മർദ്ദിച്ചത്? ഹെൽമെറ്റ് കൊണ്ട് തലക്കടിക്ക്, പിന്നെ കഴുത്തിനും ദേഹത്തുമൊക്കെ കാലുകൊണ്ട് ചവിട്ടി കഴുത്തിനിടിച്ച് താഴത്ത് വീണ് കഴിഞ്ഞപ്പോഴാണ് കാലുകൊണ്ട് ദേഹത്ത് തലയിലൊക്കെ ചവിട്ടുന്നത്. എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ബോധം നഷ്ടപ്പെട്ട് കിടന്നു കഴിഞ്ഞിട്ട് പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരാണ് എന്നെ തുറവൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ തലയുടെ പുറകിൽ 2 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇവിടെ എല്ലിന് പൊട്ടലുണ്ടെന്നാണ് തോന്നുന്നത്. എക്സ്റേ എടുക്കണം ഇനിയിപ്പോൾ. നീരുണ്ട്, വാ പൊളിക്കാൻ പറ്റുന്നില്ല. 2 ദിവസമായിട്ട് ഭക്ഷണം കഴി കുറവാണ്. എന്നായിരുന്നു, എത്ര മണിക്കായി സംഭവം നടക്കുന്നത്? ഇത് ഞായറാഴ്ച 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ ഇവരുടെ ഇത്രയും ആക്രമിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും എന്നെ ജോലിക്ക് പോകണ ഇതൊക്കെ വെച്ചിട്ട് എന്നെ ആക്രമിക്കുക എന്നുള്ളൊരു ഭയം കൊണ്ടാണ് ഞാൻ പിന്നെ പരാതി വേണ്ട എന്നുള്ള രീതിയിൽ നിർണ്ണയിച്ചത്. ഇപ്പോൾ മൊത്തം മാധ്യമങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടുകാരും നമ്മുടെ കൂട്ടുകാരും എല്ലാം ഇത് പരാതിപ്പെട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്ന് പൂജാക സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തിരിക്കുന്നത്. പേടിച്ചാണ് നമ്മൾ പരാതി കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഇവരെ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇവർക്കെതിരെ പരാതി കൊടുത്തെന്നും പറഞ്ഞിട്ട് വീണ്ടും ആക്രമണം ഉണ്ടായാൽ നമുക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയ കാരണമാണ് പരാതി വേണ്ടെന്ന് ആദ്യം തീരുമാനിച്ചത്. അന്നേരം ആരും പിടിച്ചു മാറ്റാനൊന്നും വന്നില്ലല്ലോ അവിടെ? ആരും പിടിച്ചു മാറ്റാൻ വന്നില്ല. ഇവിടുന്ന് പോലീസ് വന്നിട്ടാണ് എന്നെ തുറവൂർ ആശുപത്രി കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ ഇപ്പോൾ ഇവരായിട്ടുള്ള ഭയം കാരണമായിരിക്കും ആരും അടുക്കാതിരുന്നത്. അവരെയൊക്കെ കണ്ടാൽ അറിയാവോ എങ്ങനെയാണ്? കണ്ടാൽ അറിയാൻ പേരൊന്നും അറിയില്ല, കണ്ടാൽ അറിയാൻ പറ്റും. ഇപ്പം എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്കുള്ളത്? ഇപ്പോൾ ഈ വാ വിളിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഈ താടിയലിൻ്റെ ഒരു ഇത് ഉള്ളതാണ്. ഞാനിപ്പോൾ എക്സ്റേ എടുക്കണം. പിന്നെ തലയുടെ പുറകുവശം 2 സ്റ്റിച്ചുണ്ട്. പിന്നെ തലയിൽ ഉൾപ്പെടെ മറ്റേ ഹെൽമെറ്റൊക്കെ വെച്ചടിച്ച കാരണം ചെറിയ രീതിയിൽ വേദനയുണ്ട്. ശരീരത്തിനും വേദനയുണ്ട്. ജോലിക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നോ? ജോലിക്ക് പോകുമ്പോഴത്തേക്ക് പോയി, പക്ഷേ നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. നമുക്ക് പോകാതിരിക്കാൻ പറ്റാത്തൊരു ജോലിയാണ്. എന്നുവെച്ചാൽ സൂപ്പർ മാർക്കറ്റിൻ്റെ സപ്ലൈയുടെ വണ്ടിയാണ്. ഡെയിലി സർവീസ്. ആ തിരുവോണത്തിൻ്റെ മാത്രമേ അവധിയുള്ളൂ, ബാക്കി ഡെയിലി സർവീസുള്ള വണ്ടി. അപ്പോൾ നമ്മളാ രാത്രി അങ്ങനെ ഒരു ഇത് പറ്റിയിട്ടൊന്ന് നാളെ ഞാനില്ല എന്ന് പറയാൻ പറ്റിയില്ല. എനിക്ക് പിറ്റേ ദിവസം 2 മണിക്ക് വെളുപ്പിനെ വണ്ടി എടുക്കേണ്ടതായിരുന്നു. അപ്പോൾ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ വിളിച്ച ആളില്ല, ഞാനില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ആളെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെ വേദന സഹിച്ചും പോകേണ്ടി വന്നു. പോലീസ് എന്താ പറഞ്ഞപ്പോൾ? അവർ നമ്മൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവർ അന്വേഷിക്കാമെന്നാണ് പറയുന്നത്. പൂച്ചാക്കൽ പോലീസ് സംഭവത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഈ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ 5ഓളം ആൾക്കാരുണ്ട് എന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. നിലവിലിപ്പോൾ അനീഷ്,
പൂച്ചാക്കൽ പോലീസിൽ വന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരാതി ഉൾപ്പെടെ നൽകി മൊഴി രേഖപ്പെടുത്തി പോലീസ് ഉടൻ തന്നെ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. പൂച്ചാക്കലിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുതടം മലയാളി.